ഇനി ഈ ചർച്ചുകളുടെ എല്ലാത്തിനെയും കാര്യങ്ങൾ നിങ്ങൾക്കറിയോ? ഈ ചർച്ചുകളെല്ലാം ഹൈവേയുടെ സൈഡിലും റോഡിന്റെ സൈഡിലുമാണ്. പ്രത്യേകിച്ച് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ചർച്ചുകളും അസംബ്ലീസ് ഗോഡിന്റെ ചർച്ചുകളും IPC ചർച്ചുകളും റോഡിന്റെ സൈഡുകളിലാണ്. തമിഴിന് വേണ്ടി നമുക്കൊരു 10 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചർച്ചിനെ എടുക്കാം. പ്രമുഖ ചർച്ചുകൾ ഇവിടെ ഉണ്ട്. അപ്പം ആ ചർച്ചിൽ ഒരു ഞായറാഴ്ച ഒരാൾ 1 രൂപ വെച്ചിട്ട് ഒന്ന് ഓർത്തേക്ക്, 1 into 1 lakh അല്ലെ 10 lakh എത്രയാണ് പോലും അറിയാതെ അവർ നിങ്ങളെ വിൽക്കുകയാണ്. ഇതൊരു മൾട്ടി ലെവൽ പ്ലാൻഡ് PR സ്റ്റണ്ടാണ്. കരയുന്ന ആളുകൾ, നെഞ്ചു പൊട്ടി കരയുന്നവർ, വെള്ളം കണ്ണീന്ന് വരുന്നവർ, ഇങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസ് എടുക്കും. അത്ഭുത രോഗസൗഖ്യം, കടബാധിതയായ ഇവർ പോലും അറിയവരുടെ വീഡിയോസ് എടുത്ത് ഇതൊരു പുതിയ ചാനലായി തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ബട്ട് അത് ഓപ്പൺ ഡോക്സ് മല്ലുവിന്റെ ഐഡിയോളജിയുമായിട്ട് ഭയങ്കര മാച്ച് ചെയ്യുന്നു. ഓപ്പൺ ഡോക്സ് മല്ലു എന്നാൽ തുറന്നു പറയുന്ന മലയാളി, ബിയോണ്ട് ദി ടോക്കിംഗ് സംസാരങ്ങൾക്കപ്പുറം. അപ്പൊ ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന സംസാരങ്ങൾക്കപ്പുറത്തേക്കുള്ള ലോകത്തിലേക്കാണ്. ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതും, ഈ ചെവി കൊണ്ട് കേട്ടതും, മൂക്കുകൊണ്ട് മണത്തതും, നാവ് കൊണ്ട് അറിഞ്ഞതും, എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ കൈ കൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നതും, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാം. കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ഇതൊരു നഗ്നതയുടെ ലോകമാണ്. യെസ്, ഇവിടെ എല്ലാവരും ഡ്രസ്സിട്ട് നിങ്ങളെ പറ്റിക്കുകയാണ്. വെള്ളക്കുപ്പായങ്ങൾ ഇട്ടും പൊയ്മുഖങ്ങൾ വെച്ചും നിങ്ങളെ ആളുകൾ പറ്റിക്കുകയാണ്. സോ ഞാൻ നിങ്ങളെ അങ്ങനെയുള്ള നഗ്നമായ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരാം. ഈ സത്യങ്ങളിൽ പലരിലും നിങ്ങളുടെ മുന്നിൽ തന്നെ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ തെളിവുകൾ ആവശ്യപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അത് എത്തിക്കാവുന്നതാണ്. സോ ഞാൻ നിങ്ങളെ സംസാരങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടു. നമ്മുടെ ഓട്ടോമോട്ടീവ് റിവ്യൂകളും കാര്യങ്ങളെല്ലാം എല്ലാ ആഴ്ചകളിലെ പോലെ ഒരു സൈഡിലുണ്ടാകും. അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാ ബുധനാഴ്ചകളിലും നിങ്ങളിലേക്ക് ലൈവായിട്ട് എത്താം. സോ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബെന്തിക്കോസസ് $1 trillion ഉട്ടായിപ്പ്. പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. പിന്നെ ഇതിന്റെ ഇൻസ്പിറേഷൻ അയക്കുന്ന ജോ ഫോസ്റ്ററുടെ വീഡിയോസ് ആണ്. ജോയോട് ഞാൻ സംസാരിക്കുന്നത്. ജോ, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പം ഇവിടെ ആരും ഇനി നിശബ്ദമാകാറില്ല. സോ ബിയോണ്ട് ദ ടോക്കിങ്ങിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇനി കൂടുതൽ സമയം കളയുന്ന നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് അതിന് മുമ്പ് ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും കണ്ടിട്ട് ഇതൊരു ദാരിദ്ര്യം പിടിച്ച സെറ്റപ്പ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. ഉടനെ പുതിയ സ്റ്റുഡിയോയും കാര്യങ്ങളെല്ലാം അപ്പ് ചെയ്യുന്നതാണ്. അതിന് മുമ്പായിട്ട് വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാനൊരു യാത്ര പോകാനുള്ള പ്ലാനിലാണ്. അപ്പം വൈ ബെന്തിക്കോസസ് $1 trillion ഉടായിപ്പെന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അടുത്ത 5 വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. സെക്കൻഡ് തേർഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് എക്സ്ക്ലൂസീവാണ്. ലാസ്റ്റത്തെ ഭാഗം എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ടെസ്റ്റിമോണിയാണ്. അപ്പം ആദ്യത്തെ ഇൻട്രോയിലേക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് ഇൻട്രോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബെന്തിക്കോസ് എന്ന് വെച്ചാൽ അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അതൊരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. അതൊരു PR സ്റ്റണ്ടാണ്. അതുപോലെ തന്നെ ഇല്ലാത്ത ഒരു സാധനത്തിന് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ്. അറിയാം, നിങ്ങളുടെ ഭയത്തെയാണ് അവർ വിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ട് ഞാൻ ഇതിനെ മൾട്ടി ലെവൽ സ്കാം എന്ന് വിളിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സാധനം തപ്പിപ്പോകുമ്പോൾ നിങ്ങൾക്കത് എവിടെയാണ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ തപ്പിപ്പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല. അതാണ് ഒന്നാമത്തെ നോട്ടിംഗ് പോയിന്റ്. ഇനി ഞാൻ നിങ്ങളോട് ബെന്തിക്കോസസ് $1 trillion സ്കാം എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് അറിയാം. ഈ കണക്കുകൾ നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. 2011 പ്രകാരം 0.6% ഓഫ് ദ കേരള പോപ്പുലേഷൻ വാസ് ബെന്തിക്കോസ്. അപ്രോക്സിമേറ്റ് 2,13,806 പേർ. ഇന്ന് 2026 ആ കണക്ക് എത്രയാണെന്നറിയോ? 2.5 മില്യൺ. അതിൽ IPCയിൽ തന്നെ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഗ്ലോബലി. അറിയാം നമുക്ക്. അപ്പൊ കേരളത്തിൽ എത്രയായിരിക്കും അല്ലേ? ഇനി ബെന്തിക്കോസ് മിഷനിൽ 75 രാജ്യങ്ങളിൽ അവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അവർക്ക് കേരളത്തിൽ തന്നെ 2000 ചർച്ചുകളുണ്ട്. ഇനി ചർച്ച് ഓഫ് ഗോഡിന്റെ എത്രയാണെന്നറിയോ? അവർക്ക് 1200 ചർച്ചുകൾ കേരളത്തിലുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിനും ഏകദേശം ഇതേ ലെവലിൽ തന്നെ ഉണ്ട്. ഇനി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കുമ്പനാട്, അവർക്ക് എത്ര ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇനി ഈ ചർച്ചുകളുടെ എല്ലാത്തിനെയും കാര്യങ്ങൾ നിങ്ങൾക്കറിയോ? ഈ ചർച്ചുകളെല്ലാം ഹൈവേയുടെ സൈഡിലും റോഡിന്റെ സൈഡിലുമാണ്. പ്രത്യേകിച്ച് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ചർച്ചുകളും അസംബ്ലീസ് ഗോഡിന്റെ ചർച്ചുകളും IPC ചർച്ചുകളും റോഡിന്റെ സൈഡുകളിലാണ്. അതിൽ 75% ഓൺ ബിൽഡിങ്ങുകൾ. ഇതൊരു മക്ഡോണൾഡ്സിനെ വെല്ലുന്ന ഒരു സ്കാം ആണോ? കാരണം മക്ഡോണൾഡ്സിന്റെ സ്വന്തം സ്ഥലത്താണ് അവർ സ്വന്തമായിട്ട് ബിൽഡിങ്ങുകൾ വെച്ച് ചെയ്യാറുള്ളത്. കാരണം മക്ഡോണൾഡ്സ് പൂട്ടിപ്പോയാലും അവർക്കത് ഭാവിയിൽ വിൽക്കാമല്ലോ അല്ലേ? അപ്പം ഈ റോഡ് സൈഡുകളിലോ അല്ലെങ്കിൽ കണ്ണായ സ്ഥലത്തുകൾ ചർച്ചുകൾ വെക്കുമ്പോൾ അത് ചർച്ചുകൾ പൂട്ടിപ്പോയാൽ വിൽക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണോ? ഇത് ദാനമായി കൊടുക്കുന്നു, ആരെങ്കിലും സംഭാവന കൊടുക്കുന്ന സ്ഥലങ്ങളാണ് പകുതി മുക്കാൽ സ്ഥലങ്ങൾ. അത് അവിടെ ഒരു നല്ല ഹൈവേ റോഡിന്റെ സൈഡുകളിലാണ് മിക്കവാറും ചർച്ചകൾ ഇരിക്കുക. സ്വന്തമായിട്ട് ചില ദാനം ചെയ്തോ അല്ലെങ്കിൽ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ടാണ് മേടിക്കാറുള്ളത്. ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ഈ കുമ്പനാട് ഇരിക്കുന്നതും തൃശ്ശൂർ ഇരിക്കുന്നതും കോട്ടയത്ത് ഇരിക്കുന്നതും തിരുവനന്തപുരത്ത് ഇരിക്കുന്നതുമായ സെൻട്രൽ ചർച്ചിന്റെ പേരിലാണ്. അസംബ്ലീസ് ഗോഡിന്റെയും ഷാരോന്റെ എല്ലാം ചർച്ചുകളുടെ പേരിലാണ്. അപ്പോൾ ആ സഭ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂട്ടൽ വന്നു കഴിഞ്ഞാൽ ആ സഭ
ഇവിടെ സെൻട്രലിലേക്ക് അത് തിരിച്ചു പോകുമല്ലേ. അപ്പം നല്ല സ്ഥലം, ഇന്ന് 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സ്ഥലം 10 കൊല്ലം കഴിയുമ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കാമല്ലേ. സോ ബിൽഡിംഗ് ഉണ്ടല്ലോ അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സ്കാം ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ 2.5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ ബെന്തിക്കോസ് കമ്മ്യൂണിറ്റി കേരളത്തിലെ ആള് 1 രൂപ വെച്ച് ഒരു ഞായറാഴ്ച ഡൊണേറ്റ് ചെയ്യുന്നു നോക്കി. യെസ്, ഞാൻ ചർച്ചിൽ പോയാൽ അല്ലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് മിനിമം ഒരു 100 രൂപയെങ്കിലും ഇടാറുണ്ട്. സോ നമുക്ക് 100 രൂപ അങ്ങ് വെട്ടിയേക്കാം. 1 രൂപ വെച്ച് നമുക്ക് ഈ 2.5 മില്യൺ കണക്കും അങ്ങ് വെച്ചേക്കാം. അതും സൈഡിലേക്ക് എക്സാമ്പിളിന് വേണ്ടി നമുക്കൊരു 10 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചർച്ചിനെ എടുക്കാം. പ്രമുഖ ചർച്ചുകൾ ഇവിടെ ഉണ്ട്. അപ്പം ആ ചർച്ചിൽ ഒരു ഞായറാഴ്ച ഒരാൾ 1 രൂപ വെച്ച് ഒന്ന് ഓർത്തേക്ക്, 1 into 1 lakh അല്ല 10 lakh എത്രയാണ്? 10 ലക്ഷം. 5 ഞായറാഴ്ചകളുള്ള മന്തുകളുണ്ട്, 4 ഞായറാഴ്ച. സോ നമുക്ക് ആവറേജ് 4 എടുക്കാം. ഈ 4 ഞായറാഴ്ചകളിൽ 40 ലക്ഷം രൂപ, 1 രൂപ. ഇത് ഏറ്റവും കുറവാണ്. ഇതിൽ കൂടുതലേ വരത്തുള്ളൂ. ഇതിന്റെ 10 ഇരട്ടി മടങ്ങേ വരത്തുള്ളൂ. സോ 40 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത്. ഇതിന്റെ പുറമെ ബുധനാഴ്ച പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, വീട്ടു പ്രാർത്ഥന, കൺവെൻഷനുകൾ. അപ്പം എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സോ ഇതൊരു സ്കാം ആണോ? എനിക്ക് സംശയമുണ്ട്. ഒന്ന്, റിയൽ എസ്റ്റേറ്റ് 1 രൂപ വെച്ച് കൂട്ടിയാൽ പോലും മിനിമം 10 ലക്ഷം രൂപ വരും അല്ലേ. അപ്പൊ ഈ 2.5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള എല്ലാ ചർച്ചുകളുടെയും കേരളത്തിലെ ആസ്തി എത്ര? 1 രൂപ വെച്ച് കൂട്ടിയാൽ അല്ലേ. സോ അവരാണോ നമ്മളെ പറ്റിക്കുന്നത്, നമ്മളാണോ അവരെ പറ്റിക്കുന്നത്? അപ്പം ശരിക്കും കർത്താവിന് പൈസയൊക്കെ വേണമോ ബെന്തിക്കോസിലെ പാസ്റ്റർമാരെ? ഇനിയും ബെന്തിക്കോസിസം ഒരു ഉടായ്പ എന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രോഗം വന്നാൽ മരുന്ന് കഴിക്കില്ല. ഇവിടുത്തെ ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടിപ്പോകല്ലോ അല്ലേ. ആസ്റ്റർ മെഡിസിറ്റി, കാരിത്താസ്, ലേക്ക് ഷോർ, കിംസ്, ഇതൊക്കെ ഉടനെ പൂട്ടിപ്പോകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. കാരണം ദൈവത്തിന് ഡയറക്റ്റ് രോഗസൗഖ്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അല്ലെ ഡോക്ടർമാരെ വെച്ചേക്കുന്നതല്ലേ. ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉടനെ പൂട്ടിപ്പോകും. ഇവർ രോഗം വന്നാൽ മരുന്ന് കഴിക്കില്ല. കാരണം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാം ചെയ്തു. ദൈവത്തിന് ഇതല്ല പണി. ദൈവം ഇവിടെ ഡോക്ടർമാരെ ഇരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിങ്ങൾ ഒരു ബെന്തിക്കോസുകാർക്ക് പറയാൻ ഏതെങ്കിലും ഒരു നല്ല കോളേജുകളോ നല്ല ഹോസ്പിറ്റലുകളോ നിങ്ങളുടെ ഓണർഷിപ്പിലുണ്ടോ? കേരളത്തിലേക്ക് ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ തന്നെ അവർ ചെയ്ത ഒരു കാര്യമാണ് നല്ല കോളേജുകൾ ഇവിടെ കൊണ്ടുവന്നു, നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു, നല്ല ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നു അല്ലേ. ഇവിടെ കോട്ടയത്ത് തന്നെ എത്ര ഹോസ്പിറ്റലുകളുണ്ട്? നമ്മുടെ സഭകൾ റൺ ചെയ്യുന്നത് കാരിത്താസ് ഉണ്ട്, SH ഹോസ്പിറ്റൽ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ CMS കോളേജ് ഉണ്ടല്ലോ അല്ലേ, SLS കോളേജ് ഉണ്ട്, SP കോളേജ് ഉണ്ട്. ഇതൊക്കെ ക്രിസ്ത്യാനിറ്റി പ്രൊവൈഡ് ചെയ്താണ്. അതുപോലെ ഹിന്ദുക്കൾ പ്രൊവൈഡ് ചെയ്യുന്ന എത്ര കോളേജസ് ഉണ്ട്? NSS ഉണ്ടല്ലേ, ഭാരത് ഹോസ്പിറ്റൽ ഉണ്ടല്ലേ കോട്ടയത്ത് തന്നെ. അപ്പം ദൈവത്തിന് രോഗസൗഖ്യം കൊടുക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും അറിയാൻ മേലാഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നു? അതിൻ്റെ അകത്തൊരു മാർക്കറ്റിംഗ് ഗെമിക്കല്ലേ. കാരണം നിങ്ങളുടെ പിള്ളേർ കൈവിട്ടു പോകരുത് അല്ലേ. യെസ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. എഡ്യൂക്കേഷൻ കൊടുത്താൽ അവന്റെ കണ്ണുകൾ തുറക്കപ്പെടും, അവന്റെ ചെവികൾ തുറക്കപ്പെടും, അവൻ ഈ ലോകത്തെ മനസ്സിലാക്കും. നിങ്ങൾ അതിന് പകരം അവരോട് എന്താണ് ചെയ്യുന്നത്? ഒരു വെള്ള കുപ്പായം എടുത്തു കൊടുത്ത്, ആമ്പിള്ളേരാണ് മീശം പഠിച്ച് ബൈബിൾ എടുത്ത് കൈ കൊടുക്കും. പെമ്പിള്ളേരാണെങ്കിൽ അവരോട് കമ്മൽ ഇടാൻ പാടില്ല, സൗന്ദര്യം ഇടാൻ പാടില്ല, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ലല്ലേ. അതെന്തുകൊണ്ടാണ് അല്ലേ? കാരണം നിങ്ങളുടെ പിള്ളേരെ വഴി തെറ്റിപ്പോകുന്നുള്ള പേടി കൊണ്ടാണോ? അതോ നിങ്ങൾക്ക് ആളുകളെ നഷ്ടമാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ? ആളുകൾക്ക് ബോധം ഉദിക്കുന്നതുകൊണ്ടാണ്? യെസ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ, നല്ല അറിവുകൾ കൊടുക്കാതെ, നിങ്ങൾ ഇവരെ 10ാം ക്ലാസ് ഗുസ്തിയായിട്ട് പഠിപ്പിച്ച് ബൈബിൾ എടുത്ത് കൈ കൊടുത്ത് ഏതെങ്കിലും ഒരു ബൈബിൾ സെമിനാരി, അത് അഫിലിയേഷൻ പോലും ഇല്ലാത്ത ബൈബിൾ സെമിനാരി നിങ്ങൾ കൊണ്ടാക്കും. സഭകൾ റൺ ചെയ്യും. അവരിലേക്ക് ഒരു മതം എന്ന ഇഞ്ചക്ഷൻ നിങ്ങൾ കുത്തി വെച്ചിട്ട് അവരെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സൗത്ത് ഇന്ത്യൻ നാടുകളിലേക്കും നോർത്ത് ഇന്ത്യൻ നാടുകളിലേക്കും പറഞ്ഞു. യെസ്, നീ ഏതെങ്കിലും ഒരു ആളുടെ തലയിലോട്ട് കെട്ടിക്ക് ചൂടും. അത് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ എമർജൻസി എന്ന് അവരുടെ 10 പൈസ കാണുന്നില്ല. ഇവരൊക്കെ അവിടെ ചെന്ന് നിങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി അവരെടുപ്പം ദൈവവചനം, അവർക്കൊക്കെ ഒരു പോലീസ് കേസ് വന്നാൽ, ഒരു അകത്ത് കടന്നാൽ അവരെ തിരിഞ്ഞു നോക്കാൻ ഈ മത നേതാക്കൾ വരാറില്ല, അറിയോ? അതിന്റെ തെളിവുകൾ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് അത് ജോയുടെ വീഡിയോയിലും തപ്പിയാൽ കിട്ടും, എൻ്റെ കയ്യിലും തെളിവുകളുണ്ട്. പിന്നെ നിങ്ങളുടെ പെന്തിക്കോസ് പാസ്റ്റർമാർക്ക് എത്ര പേർക്കുണ്ട് നല്ലൊരു എഡ്യൂക്കേഷൻ? യെസ്, ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഓർത്തഡോക്സുകാര്, യാക്കോബക്കാര്, കത്തോലിക്കര്, ഹിന്ദുയിസം എല്ലാവരും നല്ല കോളേജിൽ റൺ ചെയ്യുന്നു. ഇനി ഒരു പള്ളിയിൽ അച്ഛനായി അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനിലേക്ക് പോകുമ്പോൾ ആ പള്ളിയിൽ അച്ഛന് മിനിമം ഡിഗ്രി എങ്കിലും ഉണ്ട്. സഭ തന്നെ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു കന്യാസ്ത്രീ ആണെങ്കിൽ കന്യാസ്ത്രീകളെയും പഠിപ്പിക്കുന്ന സഭകൾ ഇവിടെ ഉണ്ട്. ജസ്റ്റ് എല്ലാ ക്രിസ്ത്യാനിറ്റി സഭകളും. നിങ്ങൾ ബെന്തിക്കോസുകാർ, നിങ്ങൾ പാസ്റ്റർമാർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു എനിക്ക് കാണിച്ചു തരാമോ? ഞാൻ കണ്ടിട്ടില്ല 10 കൊല്ലത്തെ യാത്രയിൽ. സോ നിങ്ങൾ അറിവ് കൊടുക്കാത്തത് നിങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടുമെന്നുള്ള പേടി കൊണ്ടാണോ? അതോ നിങ്ങളുടെ കൂട്ടത്തിൽ അംഗത്വം കുറയുമെന്നുള്ള പേടി കൊണ്ടാണോ? അതോ ആളുകൾക്ക് ബോധം വരുമെന്ന് തോന്നിയത് കൊണ്ടാണോ? ഒന്ന് പറയണം.
ഇനി ബന്ധിക്കോസിസം ഒരു സ്കാം ആണെന്ന് പറയാനുള്ള നാലാമത്തെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ വിൽക്കുകയാണ്. ഇതൊരു മൾട്ടി ലെവൽ പ്ലാൻഡ് PR സ്റ്റണ്ടാണ്. PR സ്റ്റണ്ട് എന്ന് വെച്ചാൽ നല്ല അഡ്വർടൈസിംഗ് ആണ്. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. കാരണം ഒരു ബന്ധിക്കോസിന്റെ ആലയത്തിലേക്ക് ഞാനിവിടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡ്, IPC, വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച്, ഹെവൻലി ഫീസ്, ഈ 4 ചർച്ചുകളുടെയും അല്ല 5 ചർച്ചുകളുടെയും ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇവരിലേക്കെല്ലാം ചെല്ലുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? അത്ഭുത രോഗസൗഖ്യം. ഒരാൾ അവിടെ ഇരുന്ന് കരയുന്നു. നിങ്ങൾ സംശയമുള്ള യൂട്യൂബിലെടുത്ത് വീഡിയോ ക്ലിപ്പ്, ഒരാൾ ഇരുന്ന് കരയുന്ന വീഡിയോ അവർ ഒപ്പിയെടുക്കും. അവിടെ ചിരിക്കുന്നവരെ ആരെയും കാണിക്കാറില്ല കേട്ടോ. കരയുന്ന ആളുകൾ, നെഞ്ചു പൊട്ടി കരയുന്നവർ, വെള്ളം കണ്ണീന്ന് വരുന്നവർ, ഇങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസ് എടുക്കും. അത്ഭുത രോഗസൗഖ്യം, കടബാധിതയായി ഇവർ പോലും അറിയാം ഇവരുടെ വീഡിയോസ് ഇടും, യൂട്യൂബിലേക്ക് ഇടും. അറിയോ? ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവത്തെ സ്നേഹിച്ചാൽ ഞാൻ നിനക്ക് രോഗം, കടബാധിത, കുടുംബ പ്രശ്നം തരുന്നൊന്നും ഇല്ല. വിശുദ്ധ വേദോത്സവ പ്രകാരം പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും അതെല്ലാം ഞാൻ തരും. എന്റെ പ്രിയനോ ഞാൻ ഉറക്കത്തിൽ കൊടുക്കുമെന്നാണ്. ഭഗവത്ഗീതയും വിശുദ്ധ ഖുറാനിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അറിയോ? അപ്പം ദൈവത്തെ ഇവർ വിൽക്കുകയല്ലേ? നിങ്ങൾ പോലും അറിയാം നിങ്ങളുടെ വേദനകൾ അവൻ ഒപ്പിയെടുത്ത് മാർക്കറ്റ് ചെയ്യുകയാണ്. കാരണം ഇവിടെ വന്നാലേ നിങ്ങൾക്ക് അത്ഭുത വിടുതലുള്ളൂ. ഞാൻ കേട്ട ഒരു വലിയൊരു സംഭവമാണിത്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത വെബ്സൈറ്റുകൾ ഈ പല സഭകൾക്കും ഔട്ട് ഓഫ് കേരളയിലും ഔട്ട് ഓഫ് ഇന്ത്യയിലും ഉണ്ട്. ഔട്ട് ഓഫ് കേരള അല്ല, ഔട്ട് ഓഫ് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത് VPN യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ തെളിവുകൾ ഞാൻ വേണേൽ കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ DM അയച്ചാൽ മതി. ഞാൻ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരാം. ഔട്ട് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. അവിടെ നിങ്ങളുടെ പലരുടെ ഫോട്ടോസ് ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ പല വീഡിയോസും ഉണ്ട്. കാരണം നിങ്ങൾ ഇവരിൽ നിന്ന് ഇവരുടെ മുമ്പിലേക്ക് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്കെല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ അവിടുത്തെ മീഡിയ ടീം അത് കോപ്പി ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ണീർ വിൽക്കുന്നു. കാരണം എന്തിനാണെന്നറിയോ? അങ്ങ് യൂറോപ്യൻ നാടുകളിലും അങ്ങ് അമേരിക്കയിലും ഇരിക്കുന്ന സായിപ്പിന്റെ ഫണ്ടിങ് അവരിലേക്ക് വരാൻ. അറിയോ? ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. ഇവിടെ ഒരു പ്രമുഖ സഭയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു നല്ല കോടികളുടെ ഒരു എമൗണ്ട് കിട്ടിയത്. ആ എമൗണ്ട് എവിടെ പോയി? ഇത്ര ആളുകൾ ചാരിറ്റി ഇന്ത്യയിലേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇത്ര ആളുകൾ ചാരിറ്റി, ഇന്ത്യ ഇങ്ങനെ അല്ലല്ലോ അല്ലേ ഇരിക്കേണ്ടത് അല്ലേ? യെസ്. എന്താണ് ഇവിടെ മാറ്റം വരാത്തത്? ഇതേ സഭകൾ നിങ്ങളെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയത്. സോ ഞാൻ പറയുന്നത് ഇതൊരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. നിങ്ങൾ പോലും അറിയാം നിങ്ങളെ വിൽക്കുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല, വിദ്യാഭ്യാസം കൊടുക്കത്തില്ല, ആരോഗ്യം കൊടുക്കത്തില്ല. ഇനി നിങ്ങളെ വിൽക്കുകയാണ്. 1 രൂപ വെച്ച് കൂട്ടിയാലും ഇതൊരു $1 ട്രില്യൺ സ്കാം എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ. അപ്പം അവരാണോ പൊട്ടന്മാർ, നമ്മളാണോ പൊട്ടന്മാർ? ഈ ബന്ധിക്കോസിലെ പാസ്റ്റർമാർക്ക് ബോധവും വിവരവും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു തരാം. ഈ കഥയുടെ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഞാനൊരു പാസ്റ്ററിനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. യെസ്, അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി അറിയാം. അദ്ദേഹം എന്നോട് സോറി പറഞ്ഞതാണ്. അദ്ദേഹത്തെ ഞാൻ 2019 കാണുമ്പോൾ അദ്ദേഹം ഒരു മുറിയിൽ ബാത്റൂം പോലും ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യനാണ്. ബട്ട് ഇന്ന് അദ്ദേഹത്തിന് പുതിയ കാറുണ്ട്, ബുള്ളറ്റ് ഉണ്ട്, സ്കൂട്ടറുണ്ട്, വീടുണ്ട്, വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും. 4 കൊല്ലം കൊണ്ട് അദ്ദേഹം പുതിയൊരു വീടും മേടിക്കാൻ പോകുന്ന കാര്യം ഞാൻ 4 കൊല്ലം കൊണ്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2015 to 26 വരെ പണിയെടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ അറിയോ? ഞാനൊരു കാറ് മേടിച്ചത് EMI-ലാണ്, ഞാൻ വീട് മേടിച്ചത് EMI-ലാണ്, ഞാൻ ഫോൺ മേടിച്ചത് EMI, ഇന്ന് EMI-ലാണ്. സോ 4 കൊല്ലം കൊണ്ട് ദൈവം ഡയറക്റ്റ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തോ? ഇവിടെ പല പാസ്റ്റർമാരുടെയും പല വിടുതൽ കൊടുക്കുന്ന ദൈവദൂതന്മാരുടെയും കഥകൾ നിങ്ങൾ തപ്പിപ്പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ അവരുടെ കഥയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ കഥ ഫാബ്രിക്കേറ്റഡ് ആയതുകൊണ്ടാണ്. കാരണം സത്യം തപ്പി ചെല്ലുമ്പോൾ ആ സത്യത്തിന് ഒരു ഉറവിടം ഉണ്ടാവും. അല്ലെങ്കിൽ അത് നാടോടി കഥകൾ, ആരും എവിടുന്നോ പടച്ചു വിട്ടൊരു കഥ. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാനിവിടെ ഒരു പ്രമുഖ ചർച്ചിന്റെ ഭാഗമായപ്പോൾ ഞാൻ അവരുടെ ഒരു മാർക്കറ്റിംഗ് ഇവന്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. യെസ്, അവർ മാർക്കറ്റിംഗ് ഇവന്റ് തന്നെ വിളിക്കാൻ പറ്റില്ല, പക്ഷെ മാർക്കറ്റിംഗ് ഇവന്റിനെ ഞാൻ അതിനെ പറയത്തുള്ളൂ. അവരൊരു മീറ്റിങ്ങിന് കൂടിയപ്പോൾ ആ ഒരു ദൈവദാസൻ എന്ന് വിളിക്കുന്ന ആ ഒരു മാന്യ അദ്ദേഹം പരിപാടി കാണിച്ചത്. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം ആ വീഡിയോ അങ്ങ് പൗസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്പോൺസർ ഉണ്ട്, അതിന് അവന്റെ പേര് പറഞ്ഞില്ല ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രൈസോ കർത്താവ് ഞാൻ അറിയോ? ഇങ്ങനെയാണ് ആളുകൾ കാണിക്കുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുമ്പിൽ അവർ കപടതയുടെ മുഖമിടുന്നത്. എന്തുകൊണ്ടാണ് ഈ വെള്ള ഷർട്ട് ഉപയോഗിക്കുന്നത് അറിയോ? ഈ വെള്ള ഷർട്ട് എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും ഷർട്ടുകൾ മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അതിന്റെ പേരിൽ എല്ലാവർക്കും പല ഷർട്ടുകളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വെള്ള ഷർട്ടുകൾ യൂസ് ചെയ്തു. എന്തുകൊണ്ട് ഇവർ സ്വർണം യൂസ് ചെയ്യുന്നില്ല? വിശുദ്ധ വേദപുസ്തകത്തിൽ റെലവേഷൻ, വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവ് രണ്ടാമത് വരുമ്പോൾ സ്വർണം ഇട്ട ഡ്രസ്സുമായിട്ടാണ്, സ്വർണ്ണ കച്ചയുമായിട്ടാണ്. പക്ഷെ ബന്ധിക്കോസുകാരിട്ട ചൊറിയും പണയം വെക്കുന്നതിന് കുഴപ്പമില്ലല്ലേ? ഇവർ നടക്കുന്ന ഇന്നോവ ക്രിസ്റ്റ, BMW, കയ്യിലിരിക്കുന്ന iPhone S സീരീസ്. ദൈവം പറയുന്നു, ഇവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ലളിതമായി ജീവിക്കണം അല്ലെ?
സ്വർണം ഇടാൻ പാടില്ല, പക്ഷെ ഐഫോൺ യൂസ് ചെയ്യല്ലേ, ഐഫോൺ പാവപ്പെട്ടവരുടെ കമ്പനിയാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. അപ്പം ഇങ്ങനെയുള്ള 4-5 കോൺസെപ്റ്റിലാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോ പോകുന്നത്. സോ ഇതൊരു ഇൻട്രോ വീഡിയോ മാത്രമാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഇതിന്റെ ഓരോ കാര്യങ്ങളിലും ഞാൻ നിങ്ങളിലേക്ക് പറയാം. സോ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയും, ബന്ദിക്കോസ് $1 ട്രില്യൺ ഉഡായിപ്പ്.